മഹാത്മാവായ ഒരു ഷെയ്ഖിനെ ഒരിക്കലും വിമർശിക്കാൻ ഇടവരരുത്. എത്ര ക്ഷമാപണം പറയേണ്ടി വന്നാലും അബദ്ധങ്ങൾ സമ്മതിക്കേണ്ടി വന്നാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. മുമ്പ് അസുഫിയാനി എന്ന വിഷയത്തിൽ, സദ്ദാം ഹുസൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ വിനീതന് അബദ്ധം പറ്റിയത് ഞാൻ തന്നെയാണല്ലോ പ്രഖ്യാപിച്ചത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വൈജ്ഞാനിക പഠനയാത്രയിലെ പുരോഗതിയാണ്. അബദ്ധം മനസ്സിലാവുകയും അത് തിരുത്താൻ കഴിയുകയും ചെയ്യുക. എന്റെ 20 മണിക്കൂർ പ്രസംഗത്തിൽ വേറെയും ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടാകും. അതിലൊക്കെ അല്ലാഹു തആല എനിക്ക് പുറത്തു തരട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഷെയ്ഖിനെ അധിക്ഷേപിക്കാൻ ഇടവരരുത്. അൽ കദിബ് എന്ന് ഞാൻ ഉച്ചരിച്ചത് ഉച്ചാരണത്തിൽ തെറ്റുണ്ടെന്ന് പേരോട് പറയുന്നുണ്ട്. ഉച്ചാരണത്തിൽ എന്റെ കുഴപ്പം മനസ്സിലാക്കി തരാൻ വേണ്ടി ക്ലിപ്പിട്ട് കളിയാക്കുന്നുണ്ട്. രാജ്യങ്ങളിലും വ്യക്തികളിലുമുള്ള ഉച്ചാരണ വ്യത്യാസത്തിലൊക്കെ ഇങ്ങനെ പിടികൂടിയാൽ ലോകത്ത് എവിടെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് എന്റെ തെറ്റുകൾ ഞാൻ ഏറ്റെടുക്കുന്നു. അബദ്ധങ്ങൾ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കാൻ അത് കാരണമായി കൂടാ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇത്രയും മാപ്പപേക്ഷ, ക്ഷമാപണം നടത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറയാണ്. ഇത് എന്താ വലിയ കുഴപ്പം തരാ തമാശ. ഷെയ്ഖ് മുഖ്താറിന്റെ പേരിലാണ് കക്കാട് ഫൈസി എന്ത് പറഞ്ഞാലും വെച്ചു കെട്ടുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, മുഖ്താർ റളിയല്ലാഹുവിന്റെ കിതാബും അവിടുന്ന് അറബിയിൽ എഴുതിയ ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. അത് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അളക്ക്. എന്നിട്ടും അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിട്ട് തൗഹീൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് അന്വേഷിക്ക്. എന്നിട്ടാ പറയേണ്ടത്. ഇത് വലിയ തമാശ. ഞാൻ എന്ത് പറഞ്ഞാലും അത് ഷെയ്ഖിന്റെ പരിധിയിൽ വെച്ച് കെട്ടേണ്ടത്. അതുപോലെ മഅദനി സാഹിബ് എന്ത് പറഞ്ഞാലും അതൊക്കെ കക്കാട് പഠിപ്പിച്ചു കൊടുത്തതാ. എന്തൊരു തമാശയാണ് പ്രശ്നനെ. ഈ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണെന്ന് പറയാം. കേരളത്തിൽ ഫൈസിയായി ജീവിച്ച പണ്ഡിതനാണ് മദനി. ആ മദനിക്ക് ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ഞാനാണ്. എന്നിട്ട് എത്ര നേരാണ് പടച്ചോനെ 20 മണിക്കൂർ എന്റെ പ്രസംഗം ഉണ്ടായിട്ട് അതിനൊന്നും മറുപടി പറയാൻ മെനക്കെടാതെ മഅദനി ഒരു തെറ്റ് ചെയ്തു. എന്താ തെറ്റ് പറയുന്നത്? ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഉസ്താദിന്റെ ഗുരുനാഥനല്ലേ പറഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, വൻകുറ്റായി പോയിട്ടോ. കാന്തപുരത്തിന്റെ ഗുരുനാഥനാണ് ശംസുൽ ഉലമ എന്നൊരു വാക്ക് പറഞ്ഞുപോയി. അതിന് പേരോട് എത്ര നേരം മറുപടി ക്ലിപ്പെടുത്ത് മഅദനിന്റെ പ്രസംഗം തെളിയിച്ച്. ഇനി അങ്ങനെ വന്നാൽ എന്ത് കുഴപ്പമുള്ളത്? അത് മുഴുവൻ കക്കാട് പഠിപ്പിച്ചു കൊടുത്താണ്. അത്രേ കക്കാട് പഠിപ്പിച്ചു കൊടുക്കണോ? കേരളക്കാരനല്ലേ, ജയിലിൽ പോയിക്കണെങ്കിലും ഫൈസിയല്ലേ മദനി. അപ്പൊ എല്ലാം മദനി പറയുന്നത് കക്കാടിന്റെ പരിധിയിലിടുക, കക്കാട് എന്ത് പറഞ്ഞാലും ഷെയ്ഖ് മുഖ്താറിന്റെ പരിധിയിലിടുക. അത് സമ്മതിക്കൂല. നോക്ക് നിങ്ങളിപ്പം ശംസുൽ ഉലമയെ പറ്റി അങ്ങനെ പറഞ്ഞാലെന്താ കുഴപ്പം? കളവാവൂലേ എന്നാ പറഞ്ഞത്. എന്ത് കളവ്? ഗുരുനാഥൻ അല്ലേ പറഞ്ഞ് കളവാണത്. ഒന്ന് വെച്ചു കൊടുത്ത ഈ കക്കാട് പറഞ്ഞു കൊടുത്ത് നമ്മളെ മഅദനിയോട് കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദാണ് EK അബൂബക്കർ മുസ്ലിയാർ. EK അബൂബക്കർ മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്. ഞാൻ വളരെ ആദരിക്കുന്ന പണ്ഡിതനാണ്. ഉസ്താദും ആദരിക്കുന്ന പണ്ഡിതൻ തന്നെയാണ്. അതേസമയത്ത് EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനല്ല കാന്തപുരം ഉസ്താദ്. ഇല്ലാത്തതൊന്നും പറയാൻ പാടില്ലല്ലോ, ഉള്ളതല്ലേ പറയാൻ പാടുള്ളൂ. ഇല്ലാത്ത പറയാൻ പാടുള്ളൂ. പക്ഷേ ഈ കളവ് ആര് പറഞ്ഞു? അത് മഅദനി പറഞ്ഞു. മഅദനി എന്താ പറയാൻ കാരണം? മഅദനി പറ്റിച്ചതാണ്, കക്കാട് പറ്റിച്ചാണ്. കക്കാട് അദ്ദേഹത്തെ എന്ന് അയാളെ കൂടി അന്ന് മുതലേ പറ്റിക്കാൻ. അപ്പോ അതൊന്ന് കേട്ടോളി, അക്കളവൊന്ന് കേട്ടോളി, വെച്ചു കൊടുത്താൽ മതി. പച്ചയായിട്ട് കുറച്ചാൾ മുമ്പ് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരുന്ന പണ്ഡിത പ്രഭുവല്ലേ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന ആളാണോ? ആദരണീയരായ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന AP ഉസ്താദ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ ഗുരുവല്ലേ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോ AP ഉസ്താദ് അടക്കമുള്ള ആളുടെ ഗുരുവല്ലേ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ എന്നാണ് ശംസുൽ ഉലമ എന്നാണ് പറഞ്ഞത്. കളവാണ്, കളവാണ്. അത് കക്കാട് പറഞ്ഞു കൊടുത്ത കളവാണ്. അദ്ദേഹം നിരപരാധിയായിരിക്കാം, പക്ഷെ അദ്ദേഹം ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. അതേ മിസ്റിൽ പോയിട്ട് നമ്മൾ ശൈഖിനെ കണ്ടില്ല എന്ന് കുറ്റം പറയുന്നതിന് പകരം കാന്തപുരം ഉസ്താദിനോട് ടെലിഫോൺ ചെയ്തിട്ടും ചോദിക്കേണ്ടിയിരുന്നു. അല്ല, നിങ്ങൾ ഉസ്താദാണോ EK അബൂബക്കർ മുസ്ലിയാർ? നിങ്ങൾ ഉപരിന്ന് കിതാബ് ഓതിയിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ടിയിരുന്നു. അല്ലാതിപ്പോ കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദ് EK അബൂബക്കർ മുസ്ലിയാർ ആയിപ്പോയ വലിയ കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. കളവ് പറയാൻ പാടില്ലല്ലോ. തരീഖത്ത് തന്നെ കളവ് പറയലാണോ? അതൊരു നിലക്കും കളവല്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ അതിന്റെ ഒക്കെ പിന്നാലെ സമയെടുക്കുന്നത്? അങ്ങനെ പറഞ്ഞു പോലെ എന്താ കുഴപ്പം? ഗുരു എന്നല്ല പറഞ്ഞത്, ഗുരുനാഥൻ. AP ഉസ്താദ് പറയട്ടെ, എന്നാൽ എനിക്കൊരു ഇൽമും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇൽമും പഠിച്ചിട്ടില്ല. മണിക്കൂറുകൾ അദ്ദേഹത്തിന്റെ ദർസിൽ പലപ്പോഴും ഇരുന്നിട്ടില്ലേ AP ഉസ്താദ്? കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന് മുഴുവൻ കോച്ചിങ്ങും കിട്ടിയെന്ന് പലപ്പോഴും അനുസ്മരിച്ചിട്ടില്ലേ? ഇനി ഒന്ന്, ഉസ്താദിന്റെ ഉസ്താദല്ലേ KK അബൂബക്കർ ഹസ്രത്ത് മർഹൂം നബറല്ലാഹു മർഖദഹു. അദ്ദേഹം AP ഉസ്താദിന്റെ ഉസ്താദല്ലേ? അതും അല്ലാന്ന് പറയോ? ആ KK അബൂബക്കർ ഹസ്രത്തിന്റെ ഉസ്താദാണ് ശംസുൽ ഉലമ EK. അപ്പൊ ഉസ്താദിന്റെ ഉസ്താദല്ലേ?
അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? കളവല്ലേ? അത് കക്കാട് പഠിപ്പിച്ചു കൊടുത്തതല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഏപ്പിനെ വിളിച്ച് ചോദിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഈ ചെറിയ വിഷയത്തിലൊക്കെ ക്ലിപ്പ് എടുത്തിട്ട് ഇത് കാര്യമുള്ളതെന്തൊക്കെ പറയാനുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കുറ്റം പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ എത്രയാ കളിച്ചത്. ഒരു പേരിൽ പോലും ഞാൻ സൂചന പറഞ്ഞിട്ടില്ല. എന്റെ കാസറ്റ് ഇപ്പോഴും ഉണ്ട്. ഇമാത്തത്തുൽ അദാനി തരീഖ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം ശരിയല്ലെന്ന് സമർത്ഥിക്കാൻ ഞാൻ മെനക്കെട്ടുകയെന്ന് മുഖ്താർ മാഷ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം അതിനെപ്പറ്റി മിണ്ടിയിട്ടല്ല ലോകത്ത്. ആ അർത്ഥം എന്താണെന്നോ ഇമാം നവവി എന്ന രീതിയിൽ പറഞ്ഞിട്ട് തന്നെയല്ല. ഞാൻ ആ വിഷയം പറഞ്ഞെടുത്ത് ഇമാം നവവിയുടെ പേര് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞ അർത്ഥം ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് റളിയല്ലാഹു അൻഹു. അവിടെ നബി ഇമാമിന്റെ പേര് പറഞ്ഞില്ല. പിന്നെ എന്താ കേൾക്കുന്നവർക്കാകെ കക്കാട് പൈസ എവിടെ എത്തിയെന്ന് വരുത്തണം. അത് ഒന്ന് കേൾക്ക്. വിവരക്കേട് എന്താ പറയുന്നത്? മുഖ്താർ മാഷ് പറഞ്ഞു കൊടുത്ത വിവരക്കേട്. ഒരു സഫീഹ് ഒരു സഫാഹത്ത് പറഞ്ഞു കൊടുത്തു. അതങ്ങനെ തന്നെ കോപ്പി അടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ പറയുന്നു. അതൊന്ന് കേട്ടോളി നിങ്ങൾ. ആ ലതുന്യായ സഫാഹത്ത് നവീമാമ് പറഞ്ഞ അർത്ഥം ശരിയല്ല എന്നുള്ളതിന് മുഖ്താർ പറഞ്ഞു കൊടുത്ത് 5 തെളിവാ. മുഖ്താർ മാഷാണെങ്കിൽ ഞാൻ അബ്ദുറഹ്മാൻ സഖാഫിയാണ്. നവീമാം റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ പറഞ്ഞ അർത്ഥത്തിനെതിരായി അത് ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് കക്കാട് ഫൈസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിന് അർത്ഥം വെച്ചപ്പോൾ ഇമാത്തത്തുൽ അദാ അനി തരീഖ് അതിന്റെ അർത്ഥം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഉലമാ പറഞ്ഞു വരുന്ന അർത്ഥം കല്ലും മുള്ളും നീക്കലാണ് എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഇമാമിങ്ങളെ അവര് പറഞ്ഞ അർത്ഥം ശരിയല്ലെന്ന് സമർത്ഥിച്ചു എന്നൊക്കെ എന്തിനാണ് പറയണത്? ഞാൻ പറഞ്ഞ ആ ഭാഗം തന്നെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത എന്റെ പഴയ കാസറ്റ്. അൽ ഈമാനു ബിഉൻ വസബഊന ശുഅബ. സത്യവിശ്വാസം 70 ചില്ലാനം ശാഖകളാണ്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. വഅദ്നാഹാ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്. അതിൽ നിന്ന് താഴെ പടിയിലുള്ളത് വഴിയിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കിക്കളയുന്നതാണ്. ഈ ഹദീസിന്റെ ഈ ഒരു ആധ്യാത്മ മാനത്തിലുള്ള വിശദീകരണം ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽഹംദുലില്ലാഹ് 10 വർഷത്തോളമായി കേരളത്തിലെ പല വൈജ്ഞാനിക വേദികളിലും ഈ വിനീതൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പല കാസറ്റുകളിലും പല പ്രസംഗ വേദികളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. പാറ്റന്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നു, അതിനു മുമ്പ് 10 വർഷത്തിന് മുൻപ് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ വ്യാഖ്യാന രസം കേരളീയ പണ്ഡിതന്മാരിൽ എത്ര പേർ എവിടെ കേട്ടിട്ടുണ്ട്? എവിടെ ഈ ഹദീസിന്റെ ഉണ്ടാവാം, ഏതെങ്കിലും മഹാന്മാരുടെ ഏതെങ്കിലും ഗ്രന്ഥത്താളുകളിൽ ഉണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉണ്ടാവാം, ഏതെങ്കിലും മഹാന്മാരുടെ ഏതെങ്കിലും ഗ്രന്ഥത്താളുകളിൽ ഉണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനൊന്ന് പറയുന്നു, അതിനുശേഷം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എനിക്ക് കയ്യിലെത്താവുന്ന ഗ്രന്ഥങ്ങളെല്ലാം റെഫർ ചെയ്തു. പരിചിതമായ ലൈബ്രറികളിൽ കിട്ടാവുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ വായിച്ചു. ഇത്രയും വ്യക്തമായി ഷെയ്ഖ് മുഖ്താർ ഈ ഹദീസ് പഠിപ്പിച്ചു തന്ന ഈ വ്യാഖ്യാന രീതി ഞാൻ എന്റെ അറിവ് കുറവുകൊണ്ടായിരിക്കാം. കേൾവിക്കാരനായ ഒരാൾക്ക് ചിലപ്പോഴും ഇന്നാലിന്ന കിതാബിൽ ഇത്രാം പേജിൽ ഇത് അതുപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പോഴെന്താണ് സംഭവം? ഇമാത്തത്തുൽ അദാ. ഇവിടെ റസൂലുള്ളാഹി ഉപയോഗിച്ചത് ഇമാത്തത്ത് എന്നാണ്. ബുഖാരിയിലുണ്ട്. മറ്റൊരു പ്രയോഗം റിവായത്തിലൊന്നും കാണുന്നില്ല. മെറ്റീരിയലായ ഒരു സാധനത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്നതിന് ഇമാത്തത്ത് എന്ന പ്രയോഗം ഖുർആനിലും സുന്നത്തിലും വേറെ ഉപയോഗിച്ചത് കാണുമോ? കാണുന്നില്ല. ഇമാത്തത്ത് എന്ന പ്രയോഗം തന്നെ അങ്ങനെയാണ്. അപ്പോ പിന്നെ മറ്റൊരു അർത്ഥമാണോ ഉണ്ടാവണമല്ലോ, അതിനേക്കാളും തൃപ്തിയുള്ള. അപ്പോഴും ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഴിയിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്ന് പറയുന്ന പുണ്യകർമ്മം വളരെ നല്ല പുണ്യമാണ്. അതിന് വേറെ തെളിവുകളും വേറെ ഉപദേശങ്ങളും ഒക്കെ തെളിവുമാണ്. 2, ഇങ്ങനെ തന്നെ അർത്ഥം വെച്ചാലും ഹദീസിന്റെ ഒരർത്ഥമാനമാണ്. അത് വിവരിച്ചുകൊണ്ടുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടാകും, അത് പറഞ്ഞു തന്ന ഉലമാക്കൾ ഉണ്ടാകും റളിയല്ലാഹു അൻഹു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇമാത്തത്തുൽ അദക്ക് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാര് പറഞ്ഞ അർത്ഥം അവർക്ക് റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ അർത്ഥമാനത്തെ ശരിവെച്ചിട്ടുണ്ട് ഷെയ്ഖ് മുഖ്താർ. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പേരോടിന്റെ ഒക്കെ ആക്രോശം കേട്ടാൽ പേടിച്ചു പോകും. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെയും ഇമാമിങ്ങളെയും തള്ളിപ്പറഞ്ഞു ആക്ഷേപിച്ചു എന്നൊക്കെ എത്ര ഗൗരവത്തോടുകൂടിയാണ് അധിക്ഷേപിക്കുന്നത്.
അതുപോലെ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഹദീസിന്റെ ആധ്യാത്മിക മാനത്തിലുള്ള ഈ അർത്ഥം കേരളത്തിലും ലോകത്തെവിടെയും